നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ശക്തമായ കാറ്റിൽ വരന്തരപ്പിള്ളി അമ്മുകുളത്ത് തെങ്ങ് വീണ് വീട് തകർന്നു. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിലെ കൃഷിയിടത്ത് വീണ്ടും കാട്ടാനയുടെ വിളയാട്ടം. പറപ്പുള്ളിത്തറയിൽ സോമന്റെ വാഴകളാണ് കാട്ടാന നശിപ്പിച്ചത്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ ബാലസൗഹൃദ ബജറ്റിന്റെ പ്രകാശന കർമ്മം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. നവീകരിക്കുന്ന കല്ലൂർ ഭരത അലങ്ങാട് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതുവരെ ടോൾ പിരിവ് നിർത്തിവയ്ക്കാൻ CPM CPI സംഘടനകൾ ചെയ്യേണ്ടത് പ്രമേയം പാസാക്കലും ടോൾ പ്ലാസ മാർച്ചുമല്ല, ശക്തമായ സർക്കാർ ഇടപെടലിന് സമ്മർദ്ദമുണ്ടാക്കുകയാണ് വേണ്ടതെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ദേശീയപാതയുടെ ശോച്യാവസ്ഥ ഈ നിലയിൽ തുടർന്നാൽ ടോൾ നിർത്തേണ്ടി വരുമെന്ന ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ സാഹചര്യത്തിലാണ് DCC പ്രസിഡന്റിന്റെ പ്രതികരണം. ദേശീയപാതയിലെ ഗതാഗത കുരുക്കിനെ തുടർന്ന് ടോൾ പിരിവ് നിർത്തിവെക്കാൻ CPM ടോൾ പ്ലാസ മാർച്ചും CPI പ്രമേയം അവതരിപ്പിക്കുന്നത് നിർത്തി സർക്കാരിന്റെ ശക്തമായ ഇടപെടലാണ് ഈ കാര്യത്തിൽ നടത്തേണ്ടതെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇന്നലെ നടന്ന CPIയുടെ ജില്ലാ സമ്മേളനത്തിൽ പ്രമേയം പാസാക്കിയിരിക്കുകയാണ് ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട്. കഴിഞ്ഞ ദിവസം CPMന്റെയും LDFന്റെയും ടോൾ പ്ലാസ മാർച്ച് ഉണ്ടായിരുന്നു. പക്ഷെ ഭരണകക്ഷിയായ അല്ലെങ്കിൽ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന CPMഉം CPIയും എന്തിനാണ് ഇങ്ങനെ മാർച്ചും പ്രമേയവും ഒക്കെ ആയിട്ട് നടക്കുന്നത്? അവരുടെ സർക്കാരല്ലേ, അവരല്ലേ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടേണ്ടത് ടോൾ പിരിവ് നിർത്തിവെക്കാൻ. പക്ഷെ ഈ സമയം വരെ സർക്കാർ അത് ആവശ്യപ്പെട്ടിട്ടില്ല. കരാർ പ്രകാരമുള്ള സൗകര്യങ്ങളും സേഫ്റ്റി ഓഡിറ്റിലെ പരിഹാര നിർദ്ദേശങ്ങളും പൂർത്തിയാക്കാതെ ടോൾ നിരക്ക് ഉയർത്തരുതെന്നും അതുവരെ ടോൾ പിരിവ് നിർത്തണമെന്നും ആവശ്യപ്പെട്ട് ജോസഫ് ടാജറ്റ് സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഭരണപക്ഷ സംഘടനകൾ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടുകയാണെന്നും എന്തുകൊണ്ട് സർക്കാർ ഈ ആവശ്യം ദേശീയപാത അതോറിറ്റിയോടും കേന്ദ്ര സർക്കാരിനോടും ആവശ്യപ്പെടുന്നില്ലെന്നും വ്യക്തമാക്കണമെന്നും ടാജറ്റ് പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസ് ടോൾ കമ്പനിയുടെ കരാർ ലംഘനത്തിനെതിരെ നിയമ നടപടിയിലാണ്. എന്നാൽ ഇതുവരെയും സംസ്ഥാന സർക്കാർ ഒരു നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടില്ല. പലപ്പോഴും ഹൈക്കോടതിയിൽ വരുന്ന കേസുകളിൽ മൗനം പാലിക്കുകയാണ്. ദേശീയപാതയിലെ പ്രശ്ന പരിഹാരത്തിന് ഒരാഴ്ച സമയം അനുവദിക്കണമെന്ന് കേന്ദ്രത്തിനായി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറലിൻ്റെ ആവശ്യം പരിഗണിച്ച് കേസ് ജൂലൈ 16 നീട്ടിവച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇനിയും സംസ്ഥാന സർക്കാർ നിലപാടെടുക്കാൻ താമസിക്കരുതെന്നും ടാജറ്റ് ആവശ്യപ്പെട്ടു. ദേശീയപാതയിലെ സ്ഥിരം അപകട മേഖലകളിൽ പരിശോധന നടത്തി നാറ്റ്പാക് സംഘം. നന്ദിക്കര, നെല്ലായി എന്നിവിടങ്ങളിലാണ് ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തിയത്. തിരുവനന്തപുരത്തു നിന്നുള്ള നാറ്റ്പാക്, പൊതുമരാമത്ത്, മോട്ടോർ വാഹന വകുപ്പ്, പോലീസ് എന്നിവരുൾപ്പെട്ട സംഘമാണ് പരിശോധന നടത്തിയത്. ദേശീയപാതയിൽ പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നാറ്റ്പാക് സംഘം പറഞ്ഞു. ഈ ഒരു മേഖലയെ പറ്റി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു സീബ്ര ക്രോസിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിന് ഒരുപാട് അവ്യക്തതകളുണ്ട്. യാത്രക്കാരുടെ സൈഡിൽ നിന്നാണെങ്കിൽ പോലും അവരെ ക്രോസ് ചെയ്യുന്നതും അവർക്ക് തോന്നുന്ന പോലെയൊക്കെ ക്രോസ് ചെയ്യുന്ന പ്രവണതയുണ്ട്. സീബ്ര ക്രോസിംഗ് കൊടുത്തിരുന്ന സ്ഥലങ്ങളിൽ പോലും അതിൻ്റെതായ സുരക്ഷാ മുൻകരുതലുകളും കുറവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സുരക്ഷാ കാര്യങ്ങൾ NHA ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നന്ദിക്കരയിൽ പിക്കപ്പ് വാനിടിച്ച് +2 വിദ്യാർത്ഥിനി മരിച്ച സംഭവ സ്ഥലത്തും നെല്ലായിലെ സർവീസ് റോഡിലെ അപകട സ്പോട്ടുകളെക്കുറിച്ചും സംഘം പരിശോധന നടത്തി. ദേശീയപാതയിൽ കാൽനടയാത്രക്കാർക്ക് മതിയായ സൗകര്യക്കുറവുള്ളതായും ചിലയിടത്ത് സർവീസ് റോഡിൽ നിന്നും ദേശീയപാതയിലേക്ക് കടക്കുന്നയിടത്ത് അശാസ്ത്രീയ സംവിധാനമാണ് ഉള്ളതെന്നുമാണ് നാറ്റ്പാക് സംഘത്തിൻ്റെ പ്രാഥമിക വിലയിരുത്തൽ. ദേശീയപാതയിൽ സീബ്ര ക്രോസിൽ യാത്രക്കാർക്ക് അവ്യക്തതയുണ്ട്. ചിലയിടങ്ങളിൽ ഇവ മാഞ്ഞു പോയിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ദേശീയപാതയിൽ യാത്രക്കാർക്ക് മതിയായ സുരക്ഷാ നടപടികൾ ഒരുക്കുമെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. നാറ്റ്പാക് ജൂനിയർ ഗവേഷകൻ N വാസുദേവൻ, RTO എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജു, DYSP ഉല്ലാസ് കുമാർ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു.
ശക്തമായ കാറ്റിൽ വരന്തരപ്പള്ളി അമ്മുകുളത്ത് തെങ്ങ് വീണ് വീട് തകർന്നു. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അമ്മുക്കുളം സാമ്പ്രിക്കൽ തിലകന്റെ ഓടിട്ട വീടിന് മുകളിലാണ് തെങ്ങ് വീണത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. വീടിന്റെ മേൽക്കൂര തകർന്നു. ചുമരുകൾക്ക് വിള്ളൽ അനുഭവപ്പെട്ടു. ഭിന്നശേഷിക്കാരനായ തിലകനും ഭാര്യയും മകനുമാണ് വീട്ടിൽ താമസിക്കുന്നത്. അപകടം നടന്ന സമയത്ത് തിലകനും ഭാര്യയും അകത്തുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിലെ കൃഷിയിടത്ത് വീണ്ടും കാട്ടാനയുടെ വിളയാട്ടം. മരോട്ടിച്ചാൽ സ്വദേശി പറപ്പുള്ളിത്തറയിൽ സോമന്റെ കൃഷിയിടത്തെ വാഴകളാണ് വെള്ളിയാഴ്ച രാത്രി വീണ്ടും കാട്ടാന നശിപ്പിച്ചത്. 2 ദിവസം മുൻപാണ് ഇതേ കൃഷിയിടത്ത് കാട്ടാനകൾ നാശം വിതച്ചിരുന്നത്. ഓണവിപണി ലക്ഷ്യമാക്കി നട്ട നേന്ത്രവാഴകൾ നശിപ്പിച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് കർഷകൻ. അടിക്കടി ഉണ്ടാകുന്ന കാട്ടാന ശല്യത്തിന് അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണമെന്നും കർഷകൻ ആവശ്യപ്പെട്ടു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ ബാലസൗഹൃദ ബജറ്റിന്റെ പ്രകാശനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. ബാലബാലികാ സഭയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് നിർവഹിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മേരിക്കുട്ടി വർഗീസ് ബജറ്റ് അവതരണം നടത്തി. സിനിമാ താരം സ്ഫടികം ജോർജ് മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പോൾസൺ തെക്കുംപീടിക, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, വികസനകാര്യ സ്ഥിര സമിതി അധ്യക്ഷൻ സലീഷ് ചെമ്പാറ, പഞ്ചായത്ത് സെക്രട്ടറി വി പ്രതീഷ്, ICDS സൂപ്പർവൈസർ ആൻസി ജോസ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് ഇരിങ്ങാലക്കുട റേഞ്ച് ഓഫീസ് സിവിൽ എക്സൈസ് ഓഫീസർ ജദീർ ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു. ഈ ക്യാമ്പിന്റെ പേര് തന്നെ അല്ലെങ്കിൽ ഇവിടെ അവതരിപ്പിക്കുന്ന ബജറ്റിന്റെ പേര് കിളിക്കൊഞ്ചലാണ്. ഈ കിളിക്കൊഞ്ചൽ എന്നിടാൻ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് 1 മിനിറ്റ് എല്ലാവരും ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് ചിലവ് വർത്താനം പറയുന്നത് കേൾക്കാം. അതാണ് കുട്ടിയോടെ പ്രത്യേകത. എത്ര നിങ്ങളോട് സംസാരിക്കരുതെന്ന് പറഞ്ഞാലും ഞാൻ ചെവി കൂർത്താൽ ഇങ്ങനെ എല്ലാവരും വർത്താനം. അത് കിളികൾക്ക് അങ്ങനെയുണ്ട്. ചിന്ത ഹൃദയത്തിൽ വേരുവാങ്ങിയിരിക്കുന്നു. അതിന് 4 ശാഖകളുണ്ട്. നന്മയും തിന്മയും ജീവനും മരണവും. നല്ല ചിന്തകളിൽ നിന്നാണ് നല്ല പ്രവൃത്തികൾ രൂപപ്പെടുന്നത്. മനുഷ്യന് ചിന്തകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ചിന്തകൾ ഉണ്ടാകുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ്. കണ്ണുകൊണ്ട് കാണുന്നു, കാതുകൊണ്ട് കേൾക്കുന്നു. കാരണം കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ സമ്പത്താണ്, അതിൽ സംശയമില്ല. അപ്പൊ വളർത്തുന്ന നിങ്ങളുടെ പ്രൊട്ടക്ഷനും നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു തരേണ്ട ഉത്തരവാദിത്വം അതായത് തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഉണ്ട്. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന കല്ലൂർ ഭരത ആലങ്ങാട് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് അംഗം ലിൻഡോ തോമസ് പ്രസംഗിച്ചു. 30 ലക്ഷം രൂപയാണ് റോഡ് നവീകരണത്തിനായി അനുവദിച്ചിട്ടുള്ളത്. യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. ഞെരുവശ്ശേരി പാലശ്ശേരി സ്വദേശി കുപ്ലിക്കാട്ട് വീട്ടിൽ 24 വയസ്സുള്ള ആഷിഖിനെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 6-നായിരുന്നു സംഭവം. ചേർപ്പ് പൂച്ചിനിപ്പാടം സ്വദേശി വരാപ്പുഴ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വീട്ടിലുണ്ടായിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് വിഷ്ണുവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചുവെന്നാണ് കേസ്. പ്രതിയായ ആഷിഖും മധു എന്നയാളും തമ്മിൽ വിഷ്ണുവിന്റെ വീടിന് മുന്നിലുള്ള പണി തീരാത്ത കെട്ടിടത്തിൽ വെച്ച് വാക്ക് തർക്കമുണ്ടായിരുന്നു. തുടർന്ന് മധു വിഷ്ണുവുമായും സംസാരിക്കുന്നത് കണ്ട് വിഷ്ണുവിന്റെ വീട്ടിലേക്ക് വന്ന ആഷിഖ് മധുവുമായി വീണ്ടും തർക്കിച്ചിറങ്ങി പോവുകയും കുറച്ചു കഴിഞ്ഞ് വീണ്ടും മധുവിനെ അന്വേഷിച്ചു വന്നപ്പോൾ കാണാത്തതിലുള്ള വൈരാഗ്യത്താലാണ് ആഷിഖ് വിഷ്ണുവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ആഷിഖ് നെടുപുഴ പോലീസ് സ്റ്റേഷനിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതിനുള്ള ഒരു കേസിലും തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസിലും പ്രതിയാണ്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ പ്രദീപ, SPOമാരായ ആരിഫ്, അനീഷ്, CPOമാരായ രഞ്ജിത്ത്, അജിത് കുമാർ എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സംഘത്തിലുണ്ടായിരുന്നത് നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ ആഷിഖിനെ റിമാൻഡ് ചെയ്തു.
കീം വിഷയത്തിൽ സർക്കാരിന് തെറ്റുപറ്റിയിട്ടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. തെറ്റായ പ്രചാരണമാണ് നടക്കുന്നത്. എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാനുള്ള ഒരു ഫോർമുലയാണ് സർക്കാർ അംഗീകരിച്ചതെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന ബോർഡിന്റെ കീഴിൽ പഠിച്ച കുട്ടികൾക്ക് പ്രയാസമുണ്ടായെന്നും അതിന് കാരണം സർക്കാരാണെന്നുമുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണ്. കേരള സർക്കാർ ഇപ്പോൾ എടുത്ത തീരുമാനം റിസൾട്ടിനെ ബാധിച്ചിട്ടില്ല. കുട്ടികൾ പുറന്തള്ളപ്പെട്ടു എന്ന് പറയുന്നതിൽ അനീതിയുണ്ട് എന്ന് വ്യക്തമായി. എല്ലാ കുട്ടികൾക്കും തുല്യതയും നീതിയും വേണമെന്ന നിലപാടാണ് സംസ്ഥാന സർക്കാരിന് ഉള്ളത്. ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ ആലോചിച്ചാൽ മതി ഉത്തരം കിട്ടുമെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായി മന്ത്രി പ്രതികരിച്ചു. അടുത്ത വർഷം ഒരു കോടതിക്കും റദ്ദാക്കാൻ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ വിഷയം കൈകാര്യം ചെയ്യുമെന്നും മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കി. ഇനി AICTEയുടെ സമയക്രമം പാലിച്ച് അഡ്മിഷൻ നടത്തേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് 2012 മുതൽ തുടർന്നു പോരുന്ന അതേ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് ഉപയോഗിച്ച് ലിസ്റ്റ് തയ്യാറാക്കി അത് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത്. ഇതിൽ ഇപ്പോൾ സംസ്ഥാന ബോർഡിൻ്റെ കീഴിൽ പഠിച്ച കുട്ടികൾക്ക് പ്രയാസമുണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമാണ് എന്ന രീതിയിലുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണ്. കാരണം സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനം ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചില്ലല്ലോ. നേരത്തെ നിലവിൽ നിന്നിരുന്ന ആ സ്റ്റാൻഡർഡൈസേഷൻ പ്രക്രിയയാണ് ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ ക്യാബിനറ്റ് കൂടി ആ തീരുമാനം എടുത്തിരുന്നില്ലെങ്കിൽ ആ ഫോർമുല തന്നെയാണല്ലോ അപ്ലിക്കബിൾ ആവുക. അപ്പോൾ അതുകൊണ്ട് കേരള ഗവൺമെൻറ് ഇപ്പോൾ എടുത്ത ഒരു തീരുമാനം കീം റിസൾട്ടിനെ ഇപ്പോൾ ബാധിച്ചിട്ടേ ഇല്ല. കാരണം അത് നൾ ആൻഡ് വോയിഡ് ആയ പോലെ ആയല്ലോ. അത് കോടതി പറ്റില്ല എന്ന് പറഞ്ഞതോടുകൂടി വീണ്ടും നമുക്ക് പഴയ പ്രോസസ്സിലേക്ക് തിരിച്ചു പോയിട്ടാണ് ഇപ്പോൾ ലിസ്റ്റ് വന്നത്. വെള്ളിക്കുളങ്ങര നായാട്ടുകുണ്ടിൽ വീടുകൾക്കരികെ പുലിയെ കണ്ടതായി നാട്ടുകാർ. നായാട്ടുകുണ്ട് പൂവക്കാട്ടിൽ അസീസിന്റെ വീടിന് പുറകിലുള്ള കോഴിക്കൂടിന് സമീപത്താണ് വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെ പുലിയെ കണ്ടത്. പട്ടികൾ കുരയ്ക്കുന്ന ശബ്ദം കേട്ട് ജനലിലൂടെ നോക്കിയപ്പോഴാണ് കോഴിക്കൂടിനരികെ പുലി നിൽക്കുന്നതായി വീട്ടുകാർ കണ്ടത്. സമീപത്തുള്ള ചേറങ്ങാടൻ പോളി തോമസിന്റെ വീടിന് സമീപവും പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. പ്രദേശത്ത് നിന്ന് നായ്ക്കളെ കാണാതായതായും നാട്ടുകാർ പറഞ്ഞു. വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആതുര സേവന രംഗത്തെ ലോകോത്തര ബ്രാൻഡായ ആസ്റ്റർ ഗ്രൂപ്പിന്റെ ആസ്റ്റർ ലാബ്സ് മണ്ണമ്പേട്ടയിൽ ആരംഭിക്കുന്നു. തൊമ്മാന ആർക്കേഡിൽ ആരംഭിക്കുന്ന ആസ്റ്റർ ലാബ്സിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 11:30 നടക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ ചെക്കപ്പുകൾക്ക് സ്പെഷ്യൽ ഓഫർ പാക്കേജുകളാണ് ആസ്റ്ററിൽ ഒരുക്കിയിരിക്കുന്നത്. ഇനി കാണാം ഇൻഫോടോക്ക്. ഉറക്കക്കുറവ് പല വിധത്തിലുള്ള ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് എല്ലാവർക്കും അറിയാം. ഇതിൽ വളരെ വേഗത്തിൽ തകരാറിലാകുന്നതും നമ്മൾ അടിയന്തര ശ്രദ്ധ കൊടുക്കേണ്ടതുമായ കണ്ണുകളുടെ ആരോഗ്യവും പെടും. ദിവസവും 6 മണിക്കൂറിൽ താഴെ മാത്രമാണ് ഉറക്കം ലഭിക്കുന്നതെങ്കിൽ കണ്ണുകൾക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വരും. റിപ്പോർട്ട് കാണാം. ആവശ്യത്തിന് ഉറങ്ങിയില്ലെങ്കിൽ കണ്ണിന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ഈർപ്പം കണ്ണിൽ ഉണ്ടാകാതെ വരും. ഇത് കണ്ണിന് പെട്ടെന്ന് അസ്വസ്ഥതയുണ്ടാക്കാനും മുറിവുണ്ടാക്കാനും കണ്ണുനീറാനും കാരണമാകും. കണ്ണിൽ എന്തോ പറ്റിയിരിക്കുന്നത് പോലെ സദാ തോന്നും. ഉറക്കം ശ്രദ്ധിക്കാതെയിരുന്നാൽ ഈ അവസ്ഥ കൂടുതൽ ഗുരുതരമാകും. കൺപോളകൾ ഇടയ്ക്കിടെ തുടിക്കുന്നതായും വിറകൊള്ളുന്നതായും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ലേ? ഇതിനെ മയോകീമിയ എന്നാണ് പറയുന്നത്. പൊതുവെ മയോകീമിയയെ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ ആവശ്യത്തിന് ഉറക്കം ലഭിക്കാതിരിക്കൽ, സ്ട്രെസ് വർദ്ധിക്കൽ, കണ്ണിന് ആവശ്യത്തിന് വിശ്രമമില്ലാതിരിക്കൽ മുതലായ സന്ദർഭങ്ങളിൽ മയോകീമിയ വർദ്ധിക്കും. മയോകീമിയ ഏറെക്കാലം നീണ്ടു നിൽക്കുകയും വേദന ഉൾപ്പെടെയുള്ള മറ്റ് പ്രശ്നങ്ങൾ അനുഭവപ്പെടുകയും ചെയ്തു തുടങ്ങിയാൽ ഡോക്ടറെ സമീപിക്കണം. ഉറക്കമില്ലായ്മയുടെ ഒരു പ്രകടമായ സൂചനയാണ് കൺതടങ്ങളിൽ വരുന്ന കറുപ്പ്. നിങ്ങൾ ആവശ്യത്തിന് ഉറങ്ങിയില്ലെങ്കിൽ കണ്ണിന് ചുറ്റും കാണപ്പെടുന്ന രക്തക്കുഴലുകൾ ഇതിനോട് പ്രതികരിക്കുകയും അവയുടെ നിറം ഇരുണ്ടതാകുകയും ചെയ്യുന്നതാണ് കൺതടങ്ങളിൽ കറുത്ത പാടുകളായി അവശേഷിക്കുന്നത്. നിരന്തരം സ്ക്രീനിലും മറ്റും നോക്കുന്ന ജോലിയുള്ളവർ തങ്ങളുടെ കണ്ണുകൾക്ക് ഓരോ മണിക്കൂർ കൂടുമ്പോഴും അല്പമെങ്കിലും വിശ്രമം നൽകേണ്ടത് അത്യാവശ്യമാണ്.
ഒപ്പം ആവശ്യത്തിന് ഉറങ്ങുകയും വേണം. കണ്ണുകൾക്ക് മതിയായ വിശ്രമം ലഭിക്കാതിരുന്നാൽ കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാകുകയും ഒരു വസ്തു ശ്രദ്ധിച്ചു നോക്കാൻ ബുദ്ധിമുട്ടാകുകയും ചെയ്യും. പൊടി, വിവിധതരം ബാക്ടീരിയകൾ മുതലായവ മൂലം കണ്ണുകൾക്ക് പല വിധത്തിലുള്ള അണുബാധകളും ഉണ്ടാകാറുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ അണുബാധകൾ ഗുരുതരവുമായേക്കാം. കണ്ണുകൾക്ക് മതിയായ വിശ്രമം നൽകിയില്ലെങ്കിൽ അണുബാധയുണ്ടാകാനുള്ള സാധ്യത വളരെയേറെ വർദ്ധിക്കും. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള കായിക അധ്യാപകരില്ലാത്ത സ്കൂളുകളിൽ കായിക അധ്യാപകരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനായി ജൂലൈ 21 രാവിലെ 10 മുതൽ ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിൽ അഭിമുഖം നടക്കും. BPEd, MPEd തത്തുല്യ യോഗ്യത, KTET കാറ്റഗറി 4 തുടങ്ങിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,100 രൂപ, പവന് 72,800 രൂപ. മുൻ വ്യോമസേന ഉദ്യോഗസ്ഥൻ നന്ദിപുലം കുമരഞ്ചിറ മഠത്തിൽ ഗണേഷ് അന്തരിച്ചു. 49 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഗീതയാണ് ഭാര്യ. ഇഞ്ചക്കുണ്ട് ചിരട്ട പൗലോസ് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മേരിയാണ് ഭാര്യ. ഷിജി, റിനോയ്, സിസ്റ്റർ അനുഗ്രഹ എന്നിവർ മക്കളും ബെന്നി, സോണിയ എന്നിവർ മരുമക്കളുമാണ്. കലൂർ കൊല്ലക്കുന്ന് പെരുമറത്ത് വീട്ടിൽ കുമാരി അന്തരിച്ചു. 61 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സിദ്ധാർത്ഥനാണ് ഭർത്താവ്. സിധീഷ്, സിനീഷ് എന്നിവർ മക്കളും ശ്രീഷ്മ മരുമകളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശക്തമായ കാറ്റിൽ വരന്തരപ്പള്ളി അമ്മുകുളത്ത് തെങ്ങ് വീണ് വീട് തകർന്നു. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിലെ കൃഷിയിടത്ത് വീണ്ടും കാട്ടാനയുടെ വിളയാട്ടം. പറപ്പുള്ളിത്തറയിൽ സോമന്റെ വാഴകളാണ് കാട്ടാന നശിപ്പിച്ചത്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ ബാലസൗഹൃദ ബജറ്റിന്റെ പ്രകാശന കർമ്മം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. നവീകരിക്കുന്ന കല്ലൂർ ഭരത അലങ്ങാട് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകളറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.